പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഗാപ്പെ ഓൺലൈൻ ബൈബിൾ കോളേജിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞ 10-16 എപ്പിസോഡുകളായി നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും തുടർമാനമായി കർത്താവിൻ്റെ ദാസൻ റവറൻ ഡോക്ടർ CV ആൻഡ്രൂസ് ക്ലാസ് എടുക്കാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായി പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു. വാഴ്ത്തുന്ന കർത്താവേ, സ്തോത്രം സർവ്വസ്നേഹങ്ങളുടെ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, അപ്പൊ ഈ പ്രവാസമത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്ന അവിടുത്തെ വിശുദ്ധപാദപുരത്തെ കർത്താവേ, സ്തോത്രം. അനുഗ്രഹപ്പെട്ട ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പഠിക്കുവാൻ തക്കവണ്ണം കർത്താവേ, അവിടുത്തെ മക്കളോ ഞങ്ങൾ കർത്താവേ ഏകമനസ്സോടെ ഏകഹൃദയത്തോട് കർത്താവേ അവിടുത്തെ ത്രിപാദത്തിലേക്ക് കടന്നു വന്നിരിക്കാനുള്ള അപ്പാ സ്തോത്ര. ഹല്ലേലൂയ കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്തിലേക്ക് കൊണ്ട് നിറച്ച അപ്പാ സ്തോത്ര. ഹല്ലേലൂയ കർത്താവേ, വചനങ്ങൾ ഗ്രഹിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വചനം സംസാരിക്കുന്ന വചനം പഠിപ്പിക്കുന്ന കർത്താവ് കർത്തദാസന കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്ന കർത്താവ്, സ്തോത്ര കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, സ്തോത്ര. ഹല്ലേലൂയ കർത്താവ്, വചനത്തിന്റെ മർമ്മങ്ങൾ കർത്താവ് സ്തോത്ര ഗ്രഹിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, സ്തോത്ര. ഹല്ലേലൂയ ആത്മാവിനാൽ കർത്താവ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവ്, അത് ഞങ്ങളിൽ പകരുവാൻ തക്കവണ്ണം കർത്താവ് ദാസന കരങ്ങളെടുത്ത് കർത്താവ് കൂടുതലായിട്ട് അനുഗ്രഹിക്കണം, മാനിക്കണം, അദ്ദേഹത്തിന്റെ സുരക്ഷ കർത്താവ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം. ഹല്ലേലൂയ കർത്താവെ, സ്തോത്രം. കർത്താവ് ബൈബിളിനായി കർത്താവെ, സ്തോത്രം. ലാലു പാസ്റ്റിനായിട്ട് പ്രാർത്ഥിക്കുന്നു, ഷാജി പാസ്കായി പ്രാർത്ഥിക്കുന്നു, സ്തോത്രം. ഹല്ലേലൂയ കർത്താവെ, അവിടുത്തെ സാന്ത്യ കൃപ കൊണ്ട് കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കടന്നു വന്ന എല്ലാ ദേവദാസന്മാരും ഒരിക്കൽ കൂടി അവിടുത്തെ വിശുദ്ധപാത വിടുത്ത് സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് അനുഗ്രഹിക്കണം, മാനിക്കണം. കർത്താവ് ഈ കർത്താവ് സ്തോത്രം ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കണം. കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന സ്തോത്രമാകത്ത് അപ്പച്ചെടുക്കണം. കർത്താവ് യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപ്പാ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ബ്രദർ ഹറോൺ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ CV ആൻഡ്രൂസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിൽ വന്ദനം. നമ്മുടെ 17ാമത്തെ ലെസണിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ഇത് അതേ പ്രസൈഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ലാലു ജേക്കബിനെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. ദൈവം തൻ്റെ ദാസൻ്റെ കുടുംബത്തിൻ്റെ ശുശ്രൂഷ അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ ഷാജി കെ ദാനിയലിനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പ്രവർത്തനം ഇത്ര മനോഹരമായി ചെയ്യുവാൻ ദൈവം തൻ്റെ ദാസന്മാരെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഒട്ടും സമയം കളയാതെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത് ബൈബിൾ വായിക്കത്തക്ക നിലയിൽ ഒരുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വാക്യങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കെട്ടുന്ന പ്രിയപ്പെട്ടവരെ വായിപ്പാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വായിക്കാം. 18 മുതൽ 20 വരെ. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകൾ ആകുന്നു എന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ദൈവദാസന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അത് ഞാനിപ്പോൾ തൂലിക TV ഒരു ക്ലാസ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായമാണ് അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഇതിലേക്ക് പ്രവേശിക്കുന്നത്. ആഴ്ചയിൽ ഒന്ന് നിങ്ങളെല്ലാവരെയും കാണുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. നിങ്ങളെല്ലാവരും ഉത്സാഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം തീരാൻ തുടങ്ങിയാണ്. അത് ഒരു 1-2 ക്ലാസ് കൂടെ ആകുമ്പോഴത്തേക്ക് ഇത് തീർന്ന് 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. കർത്താവായ യേശു ക്രിസ്തു പത്മോസ് ദ്വീപിൽ കിടന്ന യോഹന്നാന് പ്രത്യക്ഷപ്പെട്ട 12 നിലയിൽ 12 ദിവ്യ വിശേഷതയോടുകൂടി പ്രത്യക്ഷപ്പെട്ട ഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ തൻ്റെ വിശേഷത എന്ന് പറയുന്നത് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ടെന്നാണ്. അതിനു മുമ്പ് 11 വിശേഷതകളെക്കുറിച്ച് 11 ദിവ്യ വിശേഷതകളെക്കുറിച്ച് നമുക്ക് ആഴമായി പഠിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത് പെട്ടെന്ന് ഓടിച്ച് പഠിപ്പിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. അടുക്കടുക്കായിട്ട് നമ്മളതിൻ്റെ ഓരോ പദങ്ങളും എടുത്ത് വ്യാഖ്യാനിച്ച് ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനൊക്കത്തുള്ളൂ. ഞാനിപ്പോൾ അത് തൂലിക TV 13-ാം അധ്യായം 3 വർഷം കൊണ്ടാണ് 13-ാം അധ്യായത്തിലേക്ക് കടക്കാൻ തക്കവണ്ണം
ഇടയായി ചേർന്ന് ആഴ്ചയിൽ ഒരു ക്ലാസ് വെച്ച് ആഴമായിട്ടുള്ള ഒരു പഠനമാണ് നമുക്ക് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് ആവശ്യമാണ്. ഇപ്പോൾ നമ്മളിവിടെ ചിന്തിക്കുന്നത് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അതിൻ്റെ 11 വിശേഷതകൾ ഞാൻ ആവർത്തിക്കാൻ തക്കൊണ്ട് ആഗ്രഹിക്കുന്നില്ല. നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച് കെട്ടി വെള്ളോട്ട് സദൃശമായ കാലുള്ളവെന്നൊക്കെ പറഞ്ഞ് അരുളി ചെയ്യുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശബ്ദം നമുക്ക് അവിടെ കേൾക്കാൻ തക്കൊണ്ട് കഴിയുന്നു. ഇപ്പോൾ യോഹന്നാൻ യേശുക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ മനുഷ്യപുത്രനോട് സദൃശനായ ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെ അത് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ കണ്ടു കഴിഞ്ഞ ഉടനെ അത് ബോധം കെട്ട് താൻ നിലത്ത് വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവന് കൊടുക്കുന്ന ധൈര്യമാണ്, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അവസാനത്തെ നമ്മൾ ചിന്തിക്കുന്നത് പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കയ്യിലാണ് ഈ താക്കോൽ എല്ലാം ഇരിക്കുന്നത്. സകല അധികാരവും കർത്താവിൻ്റെ താക്കോൽ അധികാരത്തെ കാണിക്കുന്നതാണ്. സകല അധികാരവും കർത്താവിൻ്റെ കരങ്ങളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് യോഹന്നാനേ, നീ ഭയപ്പെടണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ അതേ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടു കൂടി യോഹന്നാന് പ്രത്യക്ഷപ്പെടുന്ന കർത്താവായി യേശുക്രിസ്തു പറയാണ്, പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലുണ്ട്, മരണത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. നമ്മളിപ്പോൾ പാതാള ലോകത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഈ 3 പാതാള ലോകത്തിന് 3 ഭാഗമുണ്ട് എന്ന് ഞാൻ പഠിപ്പിച്ചു. അത് നമുക്ക് ഇതിൻ്റെ അകത്ത് ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം പറയാനും ഒക്കെയുള്ള സാവകാശമില്ല. അങ്ങനെ ചോദിച്ച് പഠിപ്പിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെങ്കിൽ നമുക്ക് 1 മണിക്കൂർ നേരത്തെ ലെക്ചർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുക. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ നേരിൽ വിളിക്കാം. എനിക്ക് നിങ്ങൾ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് പാതാളത്തിൻ്റെ 3 ഭാഗം. ഈ ഭൂമിക്കടിയിൽ അതേ പാതാള ലോകമുണ്ട് എന്ന് തിരുവചനം വ്യക്തമാക്കിയിരിക്കുന്നു. കർത്താവ് അത് പഠിപ്പിച്ചിരിക്കുന്നു. കർത്താവ് നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്കത് അവിശ്വസിക്കാൻ തക്കണം പാടില്ല. അത് നമ്മൾ കർത്താവ് പറഞ്ഞ വാക്കുകളൊക്കെ കടന്ന് വിശ്വസിക്കണം. അതേ ലൂക്കോസിന് സുവിശേഷം 16-ാം അധ്യായത്തിൽ ധനവാൻ ഉണ്ടായ അനുഭവത്തെക്കുറിച്ചാണ്. മോശയുടെയും പ്രവാചകന്മാരുടെയും കാലത്തുണ്ടായ ഒരു അനുഭവമാണ്. പഴയ നിയമ പിതാക്കന്മാരെല്ലാം അവരെ പ്രത്യാശ വെച്ചിരുന്നത് പാതാളത്തിലായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. ദുഷ്ടന്മാരും പാതാള ലോകത്തിലേക്കാണ് പോകുന്നതെന്ന് നമ്മൾ 9-ാം സംഖ്യയിൽ നിന്ന് പഠിപ്പാൻ കൊടിയായി. അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, ഹാനോക്ക് അത് രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയായിരുന്നു. ബാക്കിയുള്ള വിശുദ്ധന്മാരെല്ലാം ദൈവം താൽക്കാലികമായി ഭൂമിക്ക് അടിയിൽ ഒരുക്കുന്ന പർദീസയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അതിന് പാതാളമെന്നാണ്, അത് മൊത്തം പാതാള ലോകത്തെക്കുറിച്ച് പാതാളമെന്നാണ് അത് വ്യക്തമായിട്ട് നമുക്ക് വായിക്കുന്നത്. 1-ാം പാതാളം, 2-ാം പാതാളം, 3-ാം പാതാളം. 1-ാം പാതാളത്തിൽ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ, അത് ഏറ്റവും അധമ പാതാളത്തിൽ, താഴത്തെ പാതാളത്തിൽ ദുഷ്ടന്മാരുടെ ആത്മാക്കൾ. ഈ പിളർപ്പിൽ ഇവിടുന്ന് ഒരാൾക്ക് അങ്ങോട്ടും വരാനൊക്കത്തില്ല, അവിടുന്ന് ഒരാൾക്ക് ഇങ്ങോട്ടും വരാനൊക്കത്തില്ല. ഇതിൻ്റെ നടുവിൽ കാണുന്ന ഒരു പിളർപ്പുണ്ട്. ആ പിളർപ്പിൽ പാപം ചെയ്ത ദൂതന്മാർ കിടക്കുന്നു എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. പാപം ചെയ്ത ദൂതന്മാർ ലൂസിഫറും കൂട്ടരും മാത്രമല്ല, വേറെയും ദൂതന്മാർ പാപം ചെയ്തിട്ടുണ്ട്. കോടാനുകോടി ദൂതന്മാരെയാണ് ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ ഒരു കൂട്ടം ദൂതന്മാർ, അത് ലൂസിഫറിനും കൂട്ടർക്കും വന്ന പാപം എന്ന് പറയുന്നത് നെഹളം പാപം കൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചു. കാരണം നെഹളിച്ചിട്ട് 1 തിമോത്തി 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നെഹളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധി, നെഹളം, മത്സരം, ഇതായിരുന്നു ലൂസിഫറിന്റെ പാപം. ആ പാപം നിമിത്തം ഈ ഭൂമിയുടെ ആധിപത്യമാണ് അവരെ ഏൽപ്പിച്ചിരുന്നത്. ആ ഭൂമിയിൽ നിന്ന് അവരെ തട്ടി കളയുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അവരെ അന്ധകാരത്തിന്റെ ദൂതന്മാരായി മാറുവാൻ തക്കൊണ്ടിയായി തീർന്നു. അവരുടെ സിംഹാസനം വെച്ചിരിക്കുന്ന ആകാശത്താണെന്ന് നമ്മൾ പഠിപ്പാൻ തക്കൊണ്ടിയായി തീർന്നു. ആകാശത്തിന്റെ അധികാരത്തിന് എഫേസ്യർ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അതേ 6-ാം അധ്യായത്തിൽ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേന എന്നുള്ളത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന 6-ാം അധ്യായം, അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേന എന്നുള്ളതിന് സ്വർലോകങ്ങളിലെ ഹൈ പ്ലേസസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് സ്വർഗലോകത്തിന് 3 ഭാഗമുണ്ട്. 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം. 1-ാം സ്വർഗം മേഘമണ്ഡലം, 2-ാം സ്വർഗം നക്ഷത്രമണ്ഡലം,
മൂന്നാം സ്വർഗം അത് ദൈവത്തിന്റെ സിംഹാസന സ്ഥാനമായ ആ സിയോൻസ്, അതാണ് മൂന്നാം സ്വർഗം. ആ സ്വർഗത്തിന്റെ വിഭജനം 2 കൊരിന്ത്യർ 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. ക്രിസ്തുവിന്റെ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. എന്നാൽ ഇതിന്റെ അവസാന ഭാഗം പറഞ്ഞ് ആ ഭാഗം ഇന്നുകൊണ്ട് തീർക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ 2-ാം പാതാളത്തെ കുറിച്ചുള്ള അതേ വലിയ സംശയങ്ങളും തർക്കങ്ങളും അത് ഇന്ന് ആ വേദവിദ്യാർത്ഥികളുടെയിലും വേദപണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. എന്നാൽ വേദപണ്ഡിതന്മാരുടെ ഒരു ചിന്തയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയുവാൻ തക്കനുണ്ടായി തരുന്നത്. പാപം ചെയ്ത ദൂതന്മാർ അവരിപ്പം തന്നെ ബന്ധിച്ച് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ വാക്യം അയച്ചപ്പോൾ 1 പത്രോസ് അയച്ചത്, അത് 2 പത്രോസ് ആക്കണം. 2 പത്രോസ് അവിടെ മുതലാണ് നമുക്ക് ഒന്നുകൂടെ പഠിക്കാനുള്ളത്. 2 പത്രോസ് 2-ാം അധ്യായം 4 മുതൽ അത് വാക്യം ഒന്ന് വായിച്ച്. അവയാൽ അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. 2-ാം അധ്യായം 4 മുതൽ. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലക്കിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും സോദോം ഗോമോറോ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ചു. മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദുഷ്ടന്മാരായി ആക്കി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾ തോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. ദൃഷ്ടാന്തമായി വെച്ചിരിക്കുന്ന, ദുഷ്ടന്മാരാക്കി വെച്ചെന്നല്ല, ദൃഷ്ടാന്തമായി വെച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ ഒരു പദം തെറ്റിപ്പോയി കഴിഞ്ഞാലേ, ഒരു സഹോദരി ആനോക്കിനെ കുറിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ വായിച്ചു, നോക്കെന്ന്. അപ്പൊ നമ്മള് ദൃഷ്ടാന്തമാക്കി വെച്ചു ദൈവത്തിന് സ്വന്തം. അപ്പൊ നമ്മള് വേറൊരാൾ വെച്ചു പുരാതനായ ദൈവം എന്നുള്ളത് പരേതനായ ദൈവം എന്ന്. പിന്നെ യജമാനെ നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത്. പിന്നെ ഈ കളകൾ എങ്ങനെ വന്നെന്നുള്ളത് ഒരു മോളി എന്ന് പറഞ്ഞൊരു കൊച്ചെ, ഇവിടെ അല്ല ബോംബെയില്, യജമാനെ നല്ല വിത്തല്ലോ വിതച്ചത്, പിന്നെ കാളകൾ എങ്ങനെ വന്നാ വായിച്ചത്. അപ്പൊ ഒരു പദം തെറ്റിപ്പോയി കഴിഞ്ഞാല് ആകെ പ്രശ്നം ഉണ്ടാകും. ദൃഷ്ടാന്തമാക്കി വെച്ചു. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. വായിച്ച തെറ്റ് എനിക്കും പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളൊന്ന് ഊറിച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആ സഹോദരി വായിച്ചത് നന്നായിട്ടാണ് വായിച്ചത്, എത്ര മധുരമായിട്ടാണ് വായിച്ചത്. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ പാപം ചെയ്ത ഒരു ദൂതന്മാരെ ഒരു കൂട്ടം അന്ധകാരത്തിന് കീഴിൽ ഇപ്പോഴേ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഇനി യൂദായുടെ ലേഖനം 6-7 വാക്യങ്ങളിൽ യൂദായും ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വായിക്കണേ. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ സൊദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജടം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ഇന്ന് ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഓടിച്ച് എനിക്ക് കിട്ടിയ സമയത്തിനുള്ളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ തക്കണം ആഗ്രഹിക്കുന്നു. ഇവിടെ യൂദ 25 വാക്യങ്ങളുണ്ടെങ്കിലും പഴയ നിയമത്തിൽ എന്തുമാത്രം ആഴമായ സത്യങ്ങളാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ സോദോമും ഗോമറയും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് പാപം ചെയ്തതിനാൽ അതെ അങ്ങനെ തന്നെ ഇവരും അതുപോലെ സോദോമും ഗോമറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജനം മോഹിച്ച് നടന്നതിനാൽ നിത്യാജ്ഞയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ഇതാരാണ് നമുക്ക് അതേ വ്യക്തമായിട്ട് യൂദ പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു കൂട്ടം ദൂതന്മാർ പാപം ചെയ്തു, ഒരു കൂട്ടം ദൂതന്മാർ അതേ ദുർനടപ്പ് ആചരിച്ചു എന്നാണ് 2 കൂട്ടരും പറഞ്ഞിരിക്കുന്നത്. പാപം ചെയ്ത ദൂതന്മാർ, ഇത് ലൂസിഫറും കൂട്ടരല്ലെന്ന് നമ്മൾ പഠിച്ചല്ലോ. ലൂസിഫറിന്റെ പാപം നഗളമായിരുന്നു. എന്നാൽ ഇവിടെ ദുർനടപ്പ് ആചരിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്.
ഇനി ഇത് കൂടാതെ വേറെ ദൂതന്മാരെ പാപം ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ അഗാധകൂപം തുറന്നപ്പോൾ അവിടുന്ന് വരുന്ന ഒരു കൂട്ടം ദൂതന്മാർ, ദുർഭൂതങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. അതേ അങ്ങനെ പാപം ചെയ്ത പല ദൂതന്മാരെ കുറിച്ച് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 9-ാം അധ്യായത്തിൽ അതിന്റെ 2nd പാരഗ്രാഫിലും നമുക്ക് ഒരു കൂട്ടം, അത് യൂപ്പർട്ടീസ്, വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 2nd പാരഗ്രാഫ്, അവിടെ യൂപ്പർട്ടീസ് എന്ന് പറയുന്ന മഹാനദീരത്ത് 4 ദൂതന്മാരെ അതിനോട് ചേർന്നുള്ള ദുർഭൂതങ്ങളെയും ബന്ധിച്ചിട്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്, ആഴമായി പഠിക്കാൻ പോവുകയാണ്. അപ്പൊ അവിടെ 20 കോടി, നമ്മൾ അവിടെ വായിച്ചു കഴിയുമ്പോൾ താഴോട്ട് വായിക്കുമ്പോൾ 20 കോടിയിലധികം ദൂതന്മാരെ, 4 ദൂതന്മാരുടെ പുറകിൽ 20 കോടിയിലധികം ദുർഭൂതങ്ങൾ അവിടെ യൂപ്പർട്ടീസ് എന്ന് പറയുന്ന മഹാനദീരത്തെ പിടിച്ചു കെട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പോഴേ അവരെ ഭയങ്കര ശക്തന്മാരാണ്, അവരെ വിടാൻ തക്ക നോക്കത്തില്ല. അവരെ യൂപ്പർട്ടീസ് നദിയിലുള്ള അവിടെ ബന്ധിച്ചിട്ടിരിക്കുന്ന 4 ദൂതന്മാരുടെ കാര്യം. അപ്പൊ 1-ലധികം ദൂതന്മാർ പാപം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കൊണ്ട് കഴിയുന്നു. നമ്മൾ ഇവിടെ ചിന്തിക്കാൻ തക്കൊണ്ട് പോകുന്നത്, ഇവിടെ ഈ ദൂതന്മാരെ കുറിച്ച് വായിക്കുന്നത് അതുപോലെ സോദോമും ഗൊമോറയും ആരെ പോലെ, ഈ ദൂതന്മാരെ പോലെ ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി, ദൂതന്മാർക്ക് സമമായി അതേ ആചരിച്ച്, ദുർനടപ്പ് ആചരിച്ച് അന്യജനം മോഹിച്ചിടുന്നതിനാൽ നിത്യശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ഇവിടെ മുതലാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ തക്കണുള്ളത്. അപ്പൊ പാപം ചെയ്ത ഒരു കൂട്ടം ദൂതന്മാർ ഈ 2-ാം പാതാളത്തിൽ ഇപ്പോഴേ കിടപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കൊണ്ട് കഴിയും. അവരാരാണത് എന്നുള്ളതും നമ്മൾ ചിന്തിച്ചു. അതായത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ്, മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങിയപ്പോൾ അത് ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അരിക്കൽ ചെന്ന് പാപം ചെയ്ത് ഭൂമിയിൽ മല്ലന്മാർ പെരുകി എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ മല്ലന്മാർ പെരുകി കഴിഞ്ഞപ്പോൾ അവരുടെ ദുഷ്ടത വലിയതെന്ന് കണ്ട സന്ദർഭത്തിങ്കൽ, അതുകൊണ്ടാണ് ദൈവം ഭൂമിയിൽ അതേ ജലപ്രളയം അയച്ച് ദുഷ്ടന്മാരെ സംഹരിച്ചു കളഞ്ഞത് എന്ന് നമ്മൾ വായിക്കുന്നു. അവിടെ 6-ാം അധ്യായത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഈ ഭാഗങ്ങളെല്ലാം എടുത്ത് വായിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 6-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യപുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് അവർ ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്ത്, അങ്ങനെ ഭൂമിയിൽ ജയൻസ് ഉണ്ടായി, മല്ലന്മാർ, രാക്ഷസന്മാരുണ്ടായി. ആ രാക്ഷസന്മാരൊക്കെ ജലപ്രളയത്തോടുകൂടി ദുഷ്ടന്മാരെ മൊത്തം നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ഭൂമിയിൽ വഷളത്വം പെരുകിയെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് ശേത്തിന്റെ ആത്മീയ സന്തതിയും കയ്യന്റെ ആത്മീയ സന്തതിയും തമ്മിൽ ചേർന്ന് അതേ അവരെ ബന്ധപ്പെട്ടതിനാൽ അവർക്കുണ്ടായ സന്താനമാണ് മല്ലന്മാരെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അതെങ്ങനെയാ? ഇന്നും നമ്മൾ ചിന്തിക്കുമ്പോൾ അനാത്മീയരും ആത്മീയരും തമ്മിൽ വിവാഹം കഴിക്കുന്നുണ്ട്. ആർക്കും മല്ലന്മാരുണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. എന്നാൽ ഇവിടെ ഒരു പ്രത്യേക സങ്കരവർഗമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അത് ജന്തു ലോകത്തെക്കുറിച്ച് ചിന്തിച്ചാൽ വിഭിന്ന വർഗത്തിൽപ്പെട്ട ജന്തുക്കൾ തമ്മിൽ ഇണചേരുമ്പോൾ ഈ 2-ലും പെടാത്ത ജന്തു ഉണ്ടാകുന്നു എന്ന് അതേ ജന്തു ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ജന്തു ലോകത്ത് തന്നെ വിഭിന്ന വർഗത്തിൽപ്പെട്ട ജന്തുക്കൾ തമ്മിൽ ഇണചേരുമ്പോൾ ഇത് 2-ലും പെടാത്ത ആ ജന്തുക്കൾ ഉണ്ടാകുന്നതായിട്ട് പഠിപ്പിക്കുന്നു. ഇവിടെ ആത്മീയ ശേത്തിന്റെ ആത്മീയ ആരാധന നടക്കുന്ന ആ ശേത്തിന്റെ സന്താനങ്ങളും കയ്യിന്റെ സന്താനങ്ങളും തമ്മിൽ ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെയാണ് ഭൂമിയിൽ അത് മല്ലന്മാരുണ്ടായെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഞാനിതൊരു അഭിപ്രായം പറയുന്നത്, എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കണ്ട, എൻ്റെ അഭിപ്രായമല്ല. ഇന്ന് മനുഷ്യൻ പഠിപ്പിക്കുന്ന അതേ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നമ്മുടെ തലമുണ്ടയിൽ അത് കയറാൻ തക്കുന്ന അല്പം വിഷമമാണ്. അങ്ങനെ ഭൂമിയിൽ പാപം വർദ്ധിച്ച് ദുർനടപ്പാചരിച്ച് വഷളത്വം പെരുകി അങ്ങനെ അവരുടെ ദുഷ്ടത വലുതായി കണ്ടതുകൊണ്ട് ദൂതന്മാർ വന്നപ്പോൾ അവര് ബോധിച്ച എവരെയും ഭാര്യമാരെടുക്കാൻ വന്നപ്പോൾ ഈ സന്തതികൾ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. പുത്രിമാർ അതിനുവേണ്ടി സൗന്ദര്യം കണ്ടപ്പോൾ അവരും ആകർഷിക്കപ്പെട്ട് അങ്ങനെ അതിലേക്ക് അവർ വിധേയപ്പെടുത്തി കൊടുത്ത് ആ നിലയിൽ അങ്ങനെ ആയിത്തീർന്നു. ഇനി അതിന്റെ സംശയങ്ങൾ തീർത്താണ് പോകുന്നത്. അത് ഒരിക്കലും നടക്കത്തില്ല എന്ന്, ദൂതന്മാർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകത്തില്ല എന്ന് പഠിപ്പിക്കുന്ന അതിന്റെ എതിർവശം കൂടെ പഠിച്ച് നമുക്ക് പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായം 36-ാമത്തെ വാക്യം വായിച്ചോട്ട്.
അവർ പുനരുദ്ധാന പുത്രന്മാരാകയാൽ ദൈവതുല്യന്മാരും ദൈവപുത്രന്മാരും ആകുന്നു. ഒന്നുകൂടെ വെച്ച്, അവർ പുനരുദ്ധാന പുത്രന്മാരാകയാൽ അതെ, അവർ പുനരുദ്ധാന പുത്രന്മാരാകയാൽ അങ്ങനെ വായില്ലേ. അവർ പുനരുദ്ധാന പുത്രന്മാരാകയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരും ആകുന്നു. അപ്പൊ നോക്കണമേ, ഇത് മഹത്വ ശരീരത്തിലുള്ള ഒരു പ്രത്യേക പേരാണ് ദൈവത്തിന്റെ പുത്രന്മാർ എന്നുള്ളത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ നമ്മളെല്ലാവരും രൂപാന്തരപ്പെടുമല്ലോ. അപ്പൊ മഹത്വ ശരീരത്തിൽ വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക നാമമാണ് ദൈവപുത്രന്മാർ എന്നുള്ളത്. നമ്മളിപ്പം ദൈവത്തിന്റെ പുത്രന്മാരാണ്. കാണീൻ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ പുത്രന്മാരാണ്. അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇവിടെ അവർ ദൈവത്തിന്റെ പുത്രന്മാരാകിയാൽ ദൈവദൂത തുല്യരും ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അവർക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കുകയുമില്ല എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. സദൂക്യർ, പരീശന്മാര് മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നു. സദൂക്യര് ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ രണ്ടു കൂട്ടര് യഹൂദ മതത്തിലുണ്ടായിരുന്നു. പരീശന്മാര് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. സദൂക്യരുടെ അങ്ങനെ ഒന്നുമില്ല, ദൂതന്മാരില്ല, അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പില്ല എന്നുള്ള നിലയിലാണ് സദൂക്യർ പഠിപ്പിക്കുന്നത്. കർത്താവിനെ പരീക്ഷിക്കാനാണ് അവര് സദൂക്യർ വന്നത്. നിങ്ങൾ അതിന്റെ 27 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കണം. 20-ാം അധ്യായത്തിന്റെ 27 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ ഈ സമയം കിട്ടുമ്പോൾ വായിക്കണം. ലൂക്കോസ് 20-ന്റെ 27 മുതൽ. പരീശന്മാർ വന്ന് അവനെ കൊടുക്കേണ്ടതിന് ഒരു ചോദ്യം ചോദിച്ചു. അതേ, ഞങ്ങളുടെ ഇടയിൽ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അവര് മൊത്തം 7 സഹോദരന്മാരാണ്. അവൻ വിവാഹം കഴിച്ച ഉടനെ, മൂത്തവൻ വിവാഹം കഴിച്ച ഉടനെ അവനങ്ങ് മരിച്ചുപോയി. അതേ, മോശ പറഞ്ഞിരിക്കുന്നത് അടുത്ത സഹോദരൻ അവളെ ദേവരെ വിവാഹം ചെയ്ത് പുത്രന്മാരെ ജനിപ്പിക്കണമെന്ന് മോശ പറഞ്ഞിട്ടുണ്ടല്ലോ. അതനുസരിച്ച് അവനും വിവാഹം കഴിച്ചു, അവനും മരിച്ചുപോയി. അങ്ങനെ 7 സഹോദരന്മാരും ഈ ഒറ്റ പെണ്ണിനെ വിവാഹം കഴിച്ചു. അവരെല്ലാം മരിച്ചുപോയി. അവരുടെ ചോദ്യം, സ്വർഗത്തിൽ ചെല്ലുമ്പം ഇവരിൽ ആരുടെ ഭാര്യ ആയിരിക്കും? അന്നേരം കർത്താവ് പറഞ്ഞ വാചകമാണ്, നിങ്ങൾ ദൈവത്തെയും ദൈവവചനത്തെയും തിരുവഴുത്തുകളെയും അറിയാൻ നിങ്ങൾ അതേ ചഞ്ചലിച്ചു പോകുന്നു. അതേ, നിങ്ങൾക്ക് ഇതേപ്പറ്റിയൊന്നും അറിയത്തില്ല. എന്നിട്ട് കർത്താവ് പറയുന്ന വാചകങ്ങളുണ്ട്. അതേ, ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ വ്യാഖ്യാനിച്ചിട്ടില്ലയോ? അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, തിരുവചനം നമ്മൾ വായിക്കണം. കർത്താവ് പറയും, നിങ്ങൾ വായിച്ചിട്ടില്ലയോ? കർത്താവരോട് ചോദിക്കുകയാണ്. മത്തായി സുവിശേഷത്തിലൊക്കെ ഈ ഭാഗം പറയുന്നുണ്ട്. നിങ്ങൾ തിരുവഴുത്തുകളെ അറിയാതെ കൊണ്ടാണ് ഈ തെറ്റിപ്പോകുന്നത്. വായിക്കാതെ എങ്ങനെയാണ് മനസ്സിലാകുന്നത്? അതുകൊണ്ടാണ് ഈ തിരുവഴുത്ത് പഠിക്കാൻ തക്കണ അഗാപ്പെ ബൈബിൾ കോളേജ് നമുക്ക് അതേ പാസ്റ്റർ ഷാജി കെ ദാനിയലും പാസ്റ്റർ ലാലു ശർമ്മയിലും ഒരുക്കി തരുവാൻ തക്കണം ഇടയായിത്തീരുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയം നമുക്ക് പഠിപ്പിക്കാൻ ഇടയായിത്തീരുന്നത്. നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അപ്പൊ ഇത് വായിക്കണം, തിരുവഴുത്ത് വായിക്കണം, കഴിയുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കണം. അതെ, അപ്പൊ അത് മനസ്സിലാക്കാൻ തക്കണം കഴിയും. ഇവിടെ വായിക്കുന്നത്, അപ്പൊ കർത്താവ് പറഞ്ഞു, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല. അവരെല്ലാം ദൂതന്മാരെ പോലെ തന്നെ, അവർ ദൈവദൂത തുല്യരാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞതിന്റെ ചുരുക്കം എന്തെന്നറിയാമോ? ദൂതന്മാരെ മരണമില്ലാത്ത അവസ്ഥയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവർക്ക് മരണമില്ല. ജനനം കൊണ്ട് അവർ വർദ്ധിക്കേണ്ട ആവശ്യമില്ല. ഒരു ദൂതനും മരിച്ചു വീഴുന്നില്ല. അപ്പൊ മരണമില്ലാത്ത അവസ്ഥയിലാണ് ദൂതന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഭാര്യ ഭർത്താക്കന്മാരില്ല, അവിടെ വിവാഹം കഴിക്കുന്നില്ല, വിവാഹം കൊടുക്കുന്നതുമില്ല. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ തന്നെ എന്ന്. അപ്പം ദൈവദൂതന്മാരുടെ ഇടയിൽ ഈ ഒരു പരിപാടിയില്ല. നമ്മൾ കർത്താവായ യേശു ക്രിസ്തു വന്നു കഴിയുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഭാര്യ ഭർത്താക്കന്മാരില്ല. നമ്മുടെ അച്ചായനോട് വന്നെന്നൊക്കെ നമുക്കറിയാം, കണ്ട് സന്തോഷിക്കാം. പക്ഷെ കുടുംബജീവിതം സ്വർഗത്തിലില്ല എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ഇനി യൂദാ പറഞ്ഞ വിഷയത്തിലേക്ക് കടന്നു വരാം. സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ, നിങ്ങൾ ഇത് വളരെ ഗ്രഹിച്ചു വേണം. സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ എന്നാണ് യൂദാ ലേഖനം 6-ാം വാക്യത്തിൽ പറയുന്നത്. അതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം, വാസസ്ഥലം എന്നുള്ളതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം ഓയിക്കേറ്റേറിയോൻ എന്നുള്ള പദമാണ്. ഓയിക്കേറ്റേറിയോൻ. ഈ ഒരു പദം, വാസസ്ഥലത്തിന് ഓയിക്കേറ്റേറിയോൻ എന്ന പദം വേദപുസ്തകത്തിൽ മറ്റൊരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അത് 2 കൊരിന്ത്യർ 5-ാം അധ്യായം
1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 2 കൊരിന്ത്യർ കൂടാ 5-ാം അധ്യായം 1 മുതൽ 3 വരെ വായിച്ചേമ്മ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ആയിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. സ്വർഗീയമായ പാർപ്പിടം, ആ പാർപ്പിടം എന്നുള്ള പദത്തിനും ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം ഓയിക്കേറ്റേറിയോൺ എന്നുള്ള പദമാണ്. ഓയിക്കേറ്റേറിയോൺ. എനിക്ക് ഗ്രീക്ക് ചില വാക്കുകളൊക്കെ അറിയാവുള്ളൂ. എന്നാൽ ചില സമയത്ത് നമ്മൾ ഗ്രീക്കിന്റെ മൂലഭാഷയിലേക്ക് കടന്നു പോകണം. പഴയ നിയമം എബ്രായ ഭാഷയിലാണ് ആരംഭം എഴുതിയത്, പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയത്. അതിന്റെ മൂലഭാഷയിൽ ഈ പാർപ്പിടം എന്ന് കൊടുത്തിരിക്കുന്ന ഗ്രീക്കിലെ പേര് ഓയിക്കേറ്റേറിയോൻ. സ്വന്തം വാസസ്ഥലം, യൂദായുടെ ലേഖനത്തിൽ ഇരിക്കുന്ന വാസസ്ഥലം എന്നുള്ള പദത്തിനും ഓയിക്കേറ്റേറിയോൻ എന്നുള്ള പദമാണ് അത് കാണുവാൻ കഴിയുന്നത്. അപ്പൊ സ്വർഗീയമായ പാർപ്പിടം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്നറിയാമോ? വിശുദ്ധന്മാർക്ക് മഹത്വീകരണത്തിൽ ലഭിക്കാൻ പോകുന്ന ആത്മീയ ശരീരത്തെ കുറിച്ചാണ് അവിടെ പാർപ്പിടം എന്ന് പറയുന്നത് കേട്ടോ. വിശുദ്ധന്മാർക്ക് മഹത്വത്തിൽ ലഭിക്കാൻ പോകുന്ന ആത്മീയ ശരീരത്തെ കുറിച്ചാണ് അവിടെ പാർപ്പിടം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ദ്രവത്വമാർന്ന ശരീരം പോകും, അദ്രവത്വമാർന്ന ശരീരം പ്രാപിക്കും. അതിനാണ് ഓയിക്കേറ്റേറിയൻ പാർപ്പിടം എന്ന് കൊടുത്തിരിക്കുന്നത്. ഈ താഴ്ചയുള്ള ശരീരം തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടും. ഈ മർത്യമായ ശരീരം അമർത്യമായ ശരീരത്തെ പ്രാപിക്കും. ഈ ഭൂമിയിലെ മണ്ണാകുന്ന ഈ ശരീരം വിന്മയമായ ശരീരം പ്രാപിക്കും. അങ്ങനെ പ്രാപിപ്പാൻ പോകുന്ന തേജസ്കരിക്കപ്പെട്ട ശരീരത്തിനാണ് പാർപ്പിടം എന്ന് ഓർത്തിരിക്കുന്നത്. സ്വർഗീയമായ പാർപ്പിടം, അതിന് മീതെ ധരിപ്പാൻ തക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ പാർപ്പിടം, ആത്മീയ ശരീരം, ഞങ്ങൾക്കൊരു ആത്മീയ ശരീരം ലഭിക്കും, ദ്രവത്വമാർന്ന ഒരു ശരീരം ലഭിക്കും, വിന്മയമായ ഒരു ശരീരം ലഭിക്കും, മഹത്വീകരിക്കപ്പെട്ട ഒരു ശരീരം ഞങ്ങൾക്ക് ലഭിക്കും. ഞങ്ങൾ കർത്താവിനെ പോലെയാകും. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. ആ ശരീരത്തിനാണ് പാർപ്പിടം എന്ന് കൊടുത്തിരിക്കുന്നത്. ആ ശരീരത്തിനാണ് വാസസ്ഥലം എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മഹത്വത്തിൽ ലഭിക്കാൻ പോകുന്ന തേജസ്കരിക്കപ്പെട്ട ആത്മീയ ശരീരത്തിനാണ് പാർപ്പിടം, സ്വർഗീയമായ പാർപ്പിടം. ഇതിന് മീതെ ധരിപ്പാൻ തക്കണം ആഗ്രഹിക്കുന്നു. ഈ പഴയ ശരീരം പോകും. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം കൈവശമാക്കാൻ കഴിയത്തില്ല. ഈ ശരീരം, അതെ നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ അരികിലേക്ക് കടന്നു പോകും. എന്നാൽ ഈ ദ്രവത്വമാർന്ന ശരീരം മാറി അദ്രവത്വമുള്ള ശരീരമായി നമ്മൾ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്ന സന്ദർഭമുണ്ട്. പൗലോസ് പറയാണ്, കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ കൂടാരത്തിൽ ഞങ്ങൾ നഗ്നരായിട്ടല്ല, ഉടുപ്പുള്ളവരായിട്ടാണ് ഇരിക്കുന്നത്. അതിന് മീതെ സ്വർഗീയമായ പാർപ്പിടം, ഇതിന് മീതെ ധരിപ്പാൻ ഞങ്ങൾ കൊതിക്കുന്നു. ദൈവത്തിന്റെ സോദരം, ഇനി യൂദായുടെ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. തങ്ങളുടെ വാസസ്ഥലം വിട്ടുപോയി എന്ന് പറഞ്ഞാൽ ദൂതന്മാരുടെ കാര്യം കേട്ടോ. തങ്ങളുടെ വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ, വാസസ്ഥലം വിട്ടുപോയി എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മീയ ശരീരം അല്ലെങ്കിൽ ഓയിക്കേറ്റേറിയോൻ, അതേ സ്വർഗീയമായ പാർപ്പിടമായിരുന്ന അവരുടെ ശരീരം അവർ മനഃപൂർവ്വം പരിത്യജിച്ചെന്നാണ്. മനഃപൂർവ്വം അവർ പരിത്യജിച്ചു. അവർക്കത് എങ്ങനെ ചെയ്യാൻ തക്കണം സാധിക്കുമെന്ന് ചോദിക്കും. ഞാൻ ചോദിക്കട്ടെ, നെകളിച്ചിട്ട് വിശ്വാസിന് വന്നത് എങ്ങനെ നെകളം വന്നത്? ഇവരെ ആത്മീയമായി അവരെ സൃഷ്ടിച്ചിരിക്കുകയല്ലേ. ലൂസിഫറിനും കൂട്ടർക്കും എങ്ങനെയാണ് നെകളം വന്നത്? അപ്പം മത്സരിക്കാൻ എങ്ങനെയാ തോന്നിയത്? കാരണം അവരെ സ്വർഗീയമായ ഓയിക്കേറ്റോറിനല്ലേ സൃഷ്ടിച്ചിരിക്കുന്നത്. മത്സരബുദ്ധി അവർക്ക് എങ്ങനെ ഉണ്ടായത്? അതുപോലെ തന്നെ അവരിലെങ്ങനെ നെകളം വന്നത്? ഇതൊക്കെ ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ മറിഞ്ഞിരിക്കുന്ന മർമ്മങ്ങളാണ്. അപ്പൊ നെകളം കടന്നു വന്നു. ഇനി ഔവ്വ പാപം ചെയ്തില്ലേ? തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലല്ലേ ഇരുന്നത്? തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലല്ലേ ഇരുന്നത്? അതിൻ്റെ അകത്തല്ലേ അവർ പാപം ചെയ്തത്? സാത്താൻ വന്നപ്പോൾ വഞ്ചിക്കാൻ വന്നില്ലേ? അതേ പഴയ പാമ്പിന്റെ വേഷമെടുത്തല്ലേ സാത്താൻ
ലൂസിഫർ അങ്ങോട്ട് കടന്നു വന്നത്? അവളുമായിട്ട് സംസാരിച്ചില്ലേ? സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞ വാക്ക്, സാത്താൻ പറഞ്ഞ വാക്കിൽ തേജസ്കരിക്കപ്പെട്ട ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഇരുന്ന ഹവ്വ തിന്നരുതെന്ന് പറഞ്ഞ പഴം അവള് പറിച്ച് ഭർത്താവിനും കൊടുത്ത് രണ്ടുപേരും നഗ്നരായി പോയില്ലേ? അപ്പൊ ആ തേജസ്കരിക്കപ്പെട്ട സ്വർഗീയമായ ഓയിക്കേറ്റേറിയോണ്ടിരുന്ന ആ ശരീരമാണ് പാപം ചെയ്ത ഏക മനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു വരികയുണ്ടായി. അവൾ നുണയും പറഞ്ഞല്ലേ? ഒന്നാമത്തെ അമ്മച്ചി ഇത് തിന്നരുതെന്ന് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചപ്പം അതേ പറഞ്ഞ വാചകം എന്താ അറിയാമോ? അതേ തൊടുകയും അരുതെന്ന് ദൈവം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. തൊടുകയും അരുതേ ദൈവത്തിന് സ്വർഗം. അപ്പം സ്വർഗീയമായ പാർപ്പിടത്തിൽ ഇരുന്നു കൊണ്ടാണ്, തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ഇരുന്നുകൊണ്ടാണ് നെഹളം വന്നത്. അതേ അതുപോലെ തന്നെ മത്സരബുദ്ധി ദൂതന്മാർക്കുണ്ടായത്. അതുപോലെ തന്നെ ആ പാപം ചെയ്യുവാൻ ആ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ വന്നപ്പോൾ ഇരിക്കുമ്പോൾ സാത്താൻ പറഞ്ഞ വാചകത്തിനെല്ലാം അവൾ വശംവരായിപ്പോയി. നുണയും പറഞ്ഞു. ഞങ്ങൾ അതേ സാത്താൻ പറഞ്ഞു, ഇത് തിന്നുന്ന ആള് നിങ്ങൾക്ക് ഒരു കുഴപ്പം വരികയില്ല, നിങ്ങൾ മരിക്കില്ല നിശ്ചയം, നിങ്ങൾ ദൈവത്തെ പോലെ ആവും, ദൈവം അറിയുന്നു. അപ്പൊ അവർക്ക് ദൈവത്തെ പോലെ ആകണം. നിങ്ങളൊന്ന് ശാന്തമായിട്ട് അതേ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ച് അവർക്ക് ദൈവത്തെ പോലെ ആകണം. ഇതെല്ലാം നടന്നത് തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ നിന്നുകൊണ്ടാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് സ്വന്തം വാസസ്ഥലം വിട്ടുപോയി എന്ന് പറഞ്ഞാൽ ദൂതന്മാരിൽ ഒരു ഭാഗം ആത്മീയ ശരീരം സ്വന്തമായിട്ട് മനഃപൂർവ്വം അവർ ത്യജിച്ചു. അങ്ങനെ ദൈവത്തിന്റെ പുത്രന്മാർ നോഹയുടെ ജലപ്രളയത്തിന് മുൻപേ മനുഷ്യരുടെ പുത്രിമാരുടെ അരിക്കൽ ചെന്ന കാര്യമാണ് അതേ ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ അവർ പാപം ചെയ്ത സന്ദർഭത്തിൽ അതിനുവേണ്ടി മനുഷ്യനെ ശിക്ഷിക്കാൻ കാരണം അതിന് ഉള്ള അതേ അവസ്ഥയിലേക്ക് രണ്ടു കൂട്ടം ശിക്ഷിച്ചു. മനുഷ്യന്റെ നിരൂപണങ്ങള് ദോഷമുള്ളതെന്ന് യഹോവ കണ്ടു എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ കൽപ്പനയ്ക്ക് വിരുദ്ധമായി അവൻ ചാഞ്ചാടി നടക്കത്തക്ക നിലയിൽ അതേ അവന്റെ ശരീരത്തിൽ പിശാചിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അവന്റെ നിരീക്ഷണങ്ങൾ ദോഷമുള്ളതെന്ന് കണ്ടു. അങ്ങനെയാണ് ലോകത്തിൽ ജലപ്രളയം അയച്ച് അതേ ന്യായം വിധിപ്പാൻ തക്കണം. കാരണം പാപം ചെയ്ത ഈ ദൂതന്മാരെ ദൈവം ന്യായം വിധിച്ചു. അവരെന്ത് ചെയ്തു? അന്ധകാരത്തിന് ചങ്ങലയിട്ട് അന്ധകാരത്തിൽ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അന്ധകാരത്തിന് ചങ്ങല, അന്ധകാരം ഒരു ചങ്ങലയാണ്. മിസ്രൈമിൽ 10 ബാധകൾ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ബാധയായിരുന്നു കൂരിട്ട്. ആ കൂരിട്ടുകൊണ്ട് അവരെ ബന്ധിച്ചിട്ട് കളഞ്ഞു. കൂരിട്ടെന്ന് പറഞ്ഞാൽ മിസ്രൈമർക്ക് ഒരുത്തനെ കാണാൻ ഒക്കത്തില്ലായിരുന്നു, ഇരുളിനെ തൊടാമായിരുന്നു. അത്രമാണ് കൂരിട്ടെന്ന് പറയുന്നത്. അന്ധകാരത്തിൽ കിടക്കുന്ന ദൂതന്മാരും അതേ ചങ്ങല കൊണ്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അന്ധകാരത്തിന്റെ ചങ്ങലയിട്ട് പൂട്ടിയിരിക്കുകയാണ്. അങ്ങനത്തെ ഇരുളുണ്ട്, കൂരിലുണ്ട്. മിസ്രൈമിൽ 3 ദിവസം കൂരിലുണ്ടായി. അതേ ആ കൂരിലിൻ്റെ അകത്ത് നമ്മൾ വായിക്കുന്ന ഏറ്റവും ഇരുട്ടുള്ള പുറത്തേക്ക് തള്ളിക്കളയുമെന്നല്ലേ? തള്ളിക്കളവീൻ, ഏറ്റവും ഇരുട്ടുള്ള മുറിയിലേക്ക് അതേ സെല്ലിലേക്ക് തള്ളിക്കളവീൻ. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കരഞ്ഞുകൊണ്ടിരിക്കുക മാത്രമേ പറ്റത്തുള്ളൂ. കർത്താവ് പറയുന്നു, മരിച്ചവരിൽ നിന്ന് ഉയർത്ത് നിൽക്കുമ്പോൾ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നുമില്ല. സുവിശേഷന്മാർ 3 പേരും പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 22-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങളും എഴുതിയെടുക്കാം. മർക്കോസ് 12:55, പിന്നെ ലൂക്കോസ് 20:35-36 ഈ ഭാഗങ്ങൾ കർത്താവ് ഇവിടെ പറയുന്നുണ്ട്. അതിന്റെ 29 ലൂക്കോസ് മത്തായി 22:29 പറയുന്നുണ്ട്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാൻ തെറ്റിപ്പോകുന്നു. അതെ, നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന് മത്തായി 22:31 വായിക്കുന്നു. നിങ്ങൾ ഇതൊന്നും വായിച്ചിട്ടില്ലയോ? വായിച്ചെങ്കിലേ കാര്യങ്ങൾ ഗ്രഹിപ്പാൻ തക്കൊണ്ട് ഒക്കത്തുള്ളൂ. ഞാനീ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ എഴുതിയെടുത്തു. എല്ലാം വായിപ്പിക്കാൻ സമയമില്ല. മത്തായി 22:30, മർക്കോസ് 12:55, ലൂക്കോസ് 20:35-36, മത്തായി 22:29 നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും കുറിച്ച് അറിയാൻ തെറ്റിപ്പോകുന്നു. മത്തായി 22:31 ഇതൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ദൈവത്തിന്റെ സ്തോത്രം. അപ്പം ആ നിലയിൽ കർത്താവ് അത് സംസാരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും.
അവർ തങ്ങളുടെ ആത്മീയ ശരീരം മനഃപൂർവ്വം പരിത്യജിച്ചു. ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ ദൂതന്മാര് മനഃപൂർവ്വമായിട്ടാണ് ഈ കാര്യം ചെയ്തത്. മനഃപൂർവ്വമായിട്ടാണ് ലൂസിഫറും കൂട്ടരും നഗളം എന്ന പാപം കടന്നപ്പോൾ മത്സരിക്കാൻ തീരുമാനിച്ചത്. ആദിമ ഭൂമിയിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. ഭൂമിയുടെ 3 ഭാഗം നമുക്കവിടെ കാണുവാൻ കഴിയും. ആദിയിൽ മനോഹരമായി സൃഷ്ടിച്ച ഭൂമി. അത് യെശയ്യാപ്രവചനം 45-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ആകാശത്തെ സൃഷ്ടിച്ച ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി. യെശയ്യാ 45:18. അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, വ്യർത്ഥമായിട്ടല്ല, പാർപ്പിനത്രേ അവൻ അതിനെ നിർമ്മിച്ചത്. അതിമനോഹരമായി സൃഷ്ടിച്ച ഭൂമിയാണ്. അതെങ്ങനെ പാഴ് ശൂന്യായി പോയി? ലൂസിഫർ ഒരുത്തന്റെ പാപം നിമിത്തമാണ്. ലൂസിഫർ നഗളം എന്ന പാപം അവനെയാണ് ഈ ഭൂമിയിലാക്കിയിരുന്നത്. ആദിമ ഭൂമിയിൽ പാർപ്പിച്ചിരുന്നത് കോടാനുകോടി ദൂതന്മാരെയും അതിന്റെ മെയിൻ ആളായിട്ട് ലൂസിഫറിനെയുമാണ് ആക്കിക്കൊണ്ടിരുന്നത്. ദൂതന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടാണ് ലൂസിഫറിനെ സൃഷ്ടിച്ചത്. യെശയ്യാപ്രവചനം 14-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ലൂസിഫറിനെ കാണാം. യെശയ്യാ 14:12 മുതൽ 16. അർണോദയപുത്രനായ ശുക്ര, ആ ശുക്ര എന്നുള്ളതിന്റെ ഇംഗ്ലീഷാണ് ലൂസിഫർ. ഓ ലൂസിഫർ, സൺ ഓഫ് ദ മോർണിംഗ് എന്നാണ് വിളിക്കുന്നത്. യെശയ്യാപ്രവചനം 28-ാം അധ്യായം, അവിടെ അതിന്റെ 28-ാം അധ്യായത്തിലും ലൂസിഫറിനെ കുറിച്ച് കാണാം. അവനെ പ്രത്യേക നിലയിലാണ് സൃഷ്ടിച്ചത്. അവന്റെ ചിറകെടുത്ത് ഒന്ന് വീശിയാൽ മതി, സകല സംഗീത ഉപകരണങ്ങളും അവന്റെ ചിറകിൻ മീതെ വരുമായിരുന്നു. ആ നിലയിൽ പ്രത്യേകമായി അതിസുന്ദരനായി അതിരൂപിയായി സൃഷ്ടിച്ച ലൂസിഫർ മത്സരിച്ചു. കേട്ടോ, ആത്മീയ ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് മത്സരിച്ചെന്ന് ഓർക്കണം. ആത്മീയ ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ നഗളം വന്നെന്ന് ഓർക്കണം. അത്തിനോട് മത്സരിച്ച് ദൈവത്തെ പിടിച്ചിറക്കാൻ തക്കണാണ് നോക്കിയത്. ഞാൻ അത്യുന്നതോട് സമനാകുമെന്നാണ് പറഞ്ഞത്. പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ഒന്നിച്ചിരുന്ന് അഖിലാണ്ടത്തെ ഭരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ വിശുദ്ധ ദേവപർവ്വതത്തിൽ, ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തിൽ അതേ വസിക്കുന്ന കർത്താവിനെ, ആ അത്യുന്നതനോട് സമനാകാൻ ലൂസിഫർ ആഗ്രഹിച്ചു. അവിടെ വായിക്കുന്നത്, ഞാൻ മേഘോണങ്ങൾക്കും മീതെ കയറും, ഞാൻ നക്ഷത്രങ്ങൾക്കും മീതെ കയറും, ഞാൻ സ്വർഗത്തിൽ കയറും. നിങ്ങൾ യെശയ്യാ 14:12 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കണം. അവൻ അങ്ങനെ മത്സരിച്ച് അത്യുന്നതനോട്, അവന് പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് അവരിൽ ഒരാളെ പോലെ ഇരിക്കാൻ തക്കാണ് ആഗ്രഹിച്ച് അവിടെ കടന്നു ചെന്നത്. അതിനായി സ്ട്രൈക്ക് ഉണ്ടാക്കിയത്. അവന്റെ ആധിപത്യമുള്ള സകല ദൂതന്മാരെ അവന്റെ പറ്റത്താക്കി. എന്നാൽ ദൈവം അവനെ അടിച്ചു താഴിട്ടു. അർണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ വീട്ടിലേക്ക് താഴെ വീണു? അവന്റെ പ്രഭയെല്ലാം എടുത്തു കളഞ്ഞു. അവനും അവന്റെ ആധിപത്യത്തിൽ ആക്കിയിരിക്കുന്ന കോടാനുകോടി ദൂതന്മാരും അവനോട് ചേർന്നു. എല്ലാം ദുർബോധങ്ങളും പിശാചുക്കളും അതേ അന്ധകാരത്തിന്റെ അന്ധകാരവാരിലേക്ക് കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇനി ഒരു കാര്യം ഓർക്കണം, ഞാൻ ദൂതന്മാരെ കുറിച്ചുള്ള ദൂതസഞ്ചയത്തെ കുറിച്ചുള്ള ഒരു ഭാഗം നിങ്ങളോട് പറയുകയുണ്ടായി. ഏതിന് സോറി. ഇനിയും നമ്മൾ ചോദിക്കുന്നു, അതെ ദൂതന്മാർക്ക് അങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല. അത് ഓക്കെ, നിങ്ങൾ അങ്ങനെ പറഞ്ഞു ചിന്തിച്ചു. പക്ഷേ ഒരു വ്യാഖ്യാനമാണ് ഞാൻ പറഞ്ഞത്. അതെ ദൂതന്മാർക്ക് അങ്ങനെ അത് നടത്താൻ ഒക്കത്തില്ല എന്ന് നമ്മൾ എതിർക്കുകയാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില ചിന്തകൾ ഞാൻ നിങ്ങളോട് പറയാണ്. ദൂതന്മാർക്ക് ജഡശരീരം എടുക്കാൻ അവർക്ക് കഴിയും കേട്ടോ. അതേ നമ്മളോട് തിന്നു കുടിക്കാൻ തക്കൊണ്ണം കഴിയും. നമുക്ക് വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. ഉൽപ്പത്തി 18 യഹോവ അവനെ മമ്രേയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതുക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതുക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. യജമാനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പീൻ, ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പ് അടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ
അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറായുടെ അടുക്കൽ ചെന്ന്, നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവ് എടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായ ഒരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരന്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്ത കാളക്കുട്ടിയെയും കൊണ്ടുവന്ന് അവിടെ മുമ്പിൽ വച്ചു. അവിടെ അടുക്കൽ വൃക്ഷത്തിൻ കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, രണ്ടുപേരും ഒന്നിച്ച് വായിച്ചു. സന്തോഷമാണ്. മാരത്തോൺ ഓട്ടം പോലാണ് അത്. എനിക്ക് നിങ്ങളുടെ ആ ഉത്സാഹം വളരെ ഇഷ്ടമാണ്. അത് ഈ ഓട്ടത്തിനൊക്കെ ഞാൻ നിന്നിട്ടുണ്ട്. എൻ്റെ മുന്നിൽ ഒരുത്തന്നെ എന്നെ കയറി ഓടാൻ തുടങ്ങിയ പുള്ളിയുടെ ആ പുറകിൽ പിടിച്ച് വലിച്ച് ഞാൻ പുറകിട്ടിട്ട് ഓടി പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കസേരകളിക്ക് ഇരുന്ന സമയത്ത് കസേരകളിക്ക് ഒരാൾ കസേര ഇരുന്ന കസേര പുള്ളിയെ ഞാൻ എടുത്തു നോക്കി മാറ്റിച്ച് കസേര ഇരുന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന രസങ്ങളാണ്. നല്ല സഹോദരിമാർ, നിങ്ങളുടെ ഉത്സാഹം എത്ര മനോഹരമായിരിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് ആരും തോറ്റുപോരുത്. ആരും തോറ്റിട്ടില്ല, രണ്ടുപേരും ഉത്സാഹിച്ചു. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിട്ടുകൊടുക്കണം കേട്ടോ. ഇവിടെ അബ്രഹാം മമ്രയുടെ തോപ്പി ഇരിക്കുകയായിരുന്നു. അവിടെ വായിക്കുന്നത്, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാരാണ് അവന്റെ വീടിന്റെ വാതിൽക്കൽ കൂടെ കടന്നു പോകുന്നത്. 3 പുരുഷന്മാർ. അതിൽ ആ 3 പുരുഷന്മാരെ കുറിച്ച് വായിക്കുമ്പോൾ ആ 3 പുരുഷന്മാരുടെ ഒരാൾ ദൈവമായിരുന്നു, 2 പേര് ദൂതന്മാരായിരുന്നു. ദൂതന്മാർ വന്നെന്നല്ല ഇവിടെ ഇരിക്കുന്നത്, 3 പുരുഷന്മാർ അവിടെ കടന്നു വന്ന് പോകുമ്പോൾ അബ്രഹാം ഓടിച്ചെന്ന് സാഷ്ടാംഗം വീണ് പറഞ്ഞു, യജമാന്മാരെ, എന്നെ വിട്ടു പോകരുത്, ഇവിടെ ഈ വൃക്ഷത്തിന്റെ തണലിൽ ഇരിപ്പി, നിങ്ങളപ്പം ആഹാരം കഴിച്ചിട്ട് പോകാം. അപ്പം നോക്കണമേ, നോക്കിയപ്പോ 3 പുരുഷന്മാരെന്നാ കാണുന്നത്. അതിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് എബ്രായ ലേഖനം 13:2 വായിക്കുമ്പോൾ വേറൊരാൾ വായിച്ചേ, എബ്രാഹിം. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നോക്കണമേ, ഇവിടെ ആ ദൈവദൂതന്മാരായിരുന്നു പറയുന്നത്. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടോ? ആരാ ചെയ്തത്? വേറെ പലരും ചെയ്തിട്ടുണ്ട്. അബ്രഹാം ചെയ്ത കാര്യമാണ്. അബ്രഹാം പറഞ്ഞു, യജമാനന്മാരെ ഇവിടെ ഇരിപ്പി. അപ്പൊ ഈ 3 പുരുഷന്മാരും അവിടെ ഇരുന്നു. അതിലൊരാൾ ദൈവമായിരുന്നു ഓർക്കണം. ഈ 3 പുരുഷന്മാരും അവിടെ ഇരുന്ന് പെട്ടെന്ന് കാളക്കിടാവിനെ കൊണ്ടുപോയി ബാലിക്കാരനെ ഏൽപ്പിച്ചു. അവൻ അതിനെ തലയെല്ലാം കണ്ടിച്ച് ക്ഷണത്തിൽ പാകം ചെയ്തു. അമ്മാമ്മയുടെ ഒരിക്കല് പറഞ്ഞു, നീ 3 ഇടങ്ങഴി മാവ് എടുത്ത് കുഴപ്പീൻ എന്ന് പറഞ്ഞപ്പം നമ്മുടെ സാറാമാമ അവിടെ ചെന്ന് പെട്ടെന്ന് 3 ഇടങ്ങഴി മാവെടുത്ത്, 3 പേരല്ലേ, കാരണം കുറയാൻ പാടില്ല. ആ ഉത്സാഹം നിങ്ങൾ കണ്ടില്ലേ? അയ്യോ, ചില വീട്ടിൽ ചെല്ലുമ്പോഴല്ലോ ആൾക്കാര് പാസ്റ്റർക്ക് അറിയാതെ എന്ന് കഴിയുമ്പോഴല്ലോ പറയാൻ ചെന്നെന്ന് പറഞ്ഞ് കോപിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മുമ്പൊരിക്കല് ഒരു പാസ്റ്റർ ഒരു വീട്ടിൽ കടന്നു ചെന്ന സന്ദർഭത്തിൽ ആ വീട്ടില് അച്ഛനും അമ്മാനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഭാര്യ ചിരവയുടെ മുകളിൽ നിന്നുകൊണ്ട് തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പാസ്റ്റർ അങ്ങോട്ട് ഉപദേശിച്ച് വന്ന് കയറി, പഴയ കാലത്ത് നടന്നല്ലേ, ഉപദേശിച്ച് വന്ന് കയറി ഉടനെ ഉണ്ടല്ലോ ഈ പാസ്റ്റർ അമ്മാമ്മയുടെ പിടിച്ചൊരൊറ്റ അടി കണ്ടു കഴിഞ്ഞപ്പോ ഈ അമ്മാമ്മയുണ്ടല്ലോ ഈ തേങ്ങ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, ചിരണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അത് പിഞ്ഞാണത്തോടെ അങ്ങ് പഠിച്ചെറിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഇതെല്ലാം അന്തരീക്ഷം മോശമായെന്ന് കണ്ടു കഴിഞ്ഞപ്പം ഈ പാസ്റ്റർ അവിടുന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. നമ്മുടെ ഉപദേശിമാരല്ലേ, ഇവരെന്താ പറയുന്ന അറിയാതെ പുറകിൽ പോയി ഇങ്ങനെ കേൾക്കാൻ നിൽക്കുക. അപ്പം പണ്ടത്തെ കാലത്ത്, ഇപ്പോഴത്തെ കാലത്തല്ല കേട്ടോ, ഇപ്പൊ അങ്ങനെ ചെയ്തില്ല. ഉടനെ അച്ചായൻ പറയാണ്, എടി ഞാൻ നിന്നെ നോക്കാതെ തല്ലിത് കണ്ടോ? ഉടനെ അമ്മാമ്മ പറയാണ്, ഞാനേ തൂകാതെ തള്ളിയത് കണ്ടോ? ഈ ഒറ്റ തേങ്ങാപ്പീര പോലും താഴെ പോകാതെ തൂകാതെ തള്ളിയത് കണ്ടോ? ഉടനെ പാസ്റ്റർ പറയുന്ന ചോദിക്കുക, പോകാതെ നിന്നത് കണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞാൽ, അബ്രഹാമിന്റെ ഭവനത്തിൽ ഇവർ ചെന്ന് കഴിഞ്ഞപ്പോ നോക്കണമേ, പോകല്ലേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അമ്മാമ്മയുടെ 3 ഇടങ്ങഴി മാവും എടുത്തു കൊടുത്തു. അതും ക്ഷണത്തിൽ അപ്പം ഉണ്ടാക്കി. നോക്കണമേ, അപ്പം ഉണ്ടാക്കുക മാത്രമല്ല, കാളക്കിടാവിനെ അർത്ഥം ഇറച്ചി ഇതെല്ലാം കൊണ്ട് ആ പാദമെടുത്തി കൊണ്ട് വെച്ചു. അവിടെ വായിക്കുന്നത് ഈ 3 പേരും തിന്ന് കുടിച്ചു. അവര് മനുഷ്യന്റെ വേഷമെടുത്ത് ഈ ജഡശരീരം എടുത്ത്
അവരോട് കൂടെ തിന്ന് കുടിക്കാൻ വന്ന ദൂതന്മാർ ദൈവം ഉണ്ടായിരുന്നു. ദൈവം എങ്ങനെയാ മനസ്സിലായത്? അവരവിടുന്ന് തിന്നു കുടിച്ചതിന് ശേഷം അതിൽ ദൈവം പറഞ്ഞു, താഴോട്ട് വായിക്കണം, ഉൽപ്പത്തി പുസ്തകം അതേ 18-ാം അധ്യായം അതേ വായിച്ചു നോക്കണം. അതെ, അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ 18-1 മുതൽ 18:1 മുതൽ 8 വായിച്ചത്. അതിന് മുൻപ് ഉള്ള 17-ന്റെ അവസാന ഭാഗങ്ങൾ വായിക്കുമ്പോൾ, അല്ല 18-ന്റെ അത് അവസാന ഭാഗങ്ങൾ വായിക്കുമ്പോൾ, അടുത്ത വർഷം സാറായെ നിനക്കൊരു സന്തതി ഉണ്ടാവും എന്ന് പറഞ്ഞു. ഉടനെ സാറാമ്മ ചിരിച്ചു, ഉള്ളുകൊണ്ട് ചിരിച്ചു. അകത്ത് ചിരിയ, ഇതെന്തും നടക്കുന്ന കാര്യമുണ്ടോ? ഉടനെ കർത്താവ് പറഞ്ഞു, ദൈവം പറഞ്ഞു, നീ അതെ ഉള്ളുകൊണ്ട് ചിരിച്ചു. ഞാൻ ചിരിച്ചില്ലെന്ന് കൊച്ചന്മാർ കള്ളമൊക്കെ പറഞ്ഞു. ഇല്ലില്ല, അന്നേരം ചോദിച്ചാണ്, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? നാളെ അമ്മ ചോദിച്ചു, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടെന്ന്. ഇവിടെ വായിക്കുന്നത് യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അടുത്ത വർഷം നിനക്ക് നീ ഒരു മകനെ അണച്ചോളൂ എന്നാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അത് യഹോവയായിരുന്നു. അവിടുന്ന് ഒരു 3 പേരും അവിടുന്ന് പോയി, യാത്ര പറഞ്ഞു പോയി. അതിൽ 2 ദൂതന്മാർ സോദോമിലേക്ക് പോയി. ഒരാൾ തിരിഞ്ഞു നിന്നു. ആ തിരിഞ്ഞു നിന്നത് യഹോവയായിരുന്നു. നിങ്ങളത് വായിച്ചു നോക്കണം. ആ തിരിഞ്ഞു നിന്നത് യഹോവയായിരുന്നു. യഹോവ പറയാണ്, ഞാൻ സോദോമിൽ ചെയ്യാൻ ഇരിക്കുന്നത്, നിങ്ങൾ ആ ഭാഗങ്ങൾ മൊത്തം വായിക്കണം, എൻ്റെ സ്നേഹിതനാകുന്ന അബ്രഹാമിനെ മറച്ചു വെക്കുമോ? അവര് തമ്മിൽ, അബ്രഹാമും യഹോവയും തമ്മിൽ സംസാരിക്കുന്ന ഒരു സംസാരം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അവരെ നശിപ്പിക്കുമോ? ഇല്ല. 45, 40, 35, അവസാനം 10 പേരായി. അപ്പൊ 10 പേര് കുറഞ്ഞതെങ്കിലും സോദോമിൽ കാണുന്ന അബ്രഹാമിന് നല്ല വിശ്വാസമായിരുന്നു. താൻ കണക്ക് കൂട്ടി, അതേ താണുവിട്ട പൊടിയും വെണ്ണീറുമായിരിക്കുന്ന ഞാൻ അങ്ങയോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ, യഹോവയോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോഴാ, അതെ 10 പേരെ ഉള്ളെങ്കിലോ? അവൻ കണക്കൂട്ടിപ്പോ എങ്ങനെയാ? 10 പേരുണ്ട്. ലോത്തും ഭാര്യയും 2 പെൺമക്കള്, 4 പേരായില്ലേ? അപ്പം മരുമക്കള് 2 പേരും കല്യാണം ഉറച്ചിരിക്കുക. മരുമക്കള് 6 പേരായില്ലേ? അബ്രഹാമെ ഭാര്യ, പിന്നെ പെൺമക്കള്, അല്ലല്ല, ലോത്തും ഭാര്യ, പിന്നെ 2 പെൺമക്കള്, അവരൊക്കെ നല്ല ഡാൻസ് കളിക്കുന്നവരൊക്കെയാ. അപ്പൊ 4 പേര്. കല്യാണം കഴിക്കാൻ പോകുന്ന 2 മരുമക്കള്, 6 പേര്. പിന്നെ അബ്രഹാം കണക്കൂട്ടിയപ്പോ ഏതായാലും ഇവന് ഒരു അന്യരെ പോയ കല്യാണം കഴിക്കത്തുള്ളൂ. അവരുടെ അമ്മായിപ്പനും അമ്മായിമ്മയും 2 പേരുടെ മരുമക്കളെ അപ്പനും അമ്മയുടെ കുടുംബം, അത് 4 പേര്, 10 പേര്. ഒരു കണക്ക് കൂട്ടി 10 പേരെന്ന് കണ്ടുപിടിച്ചിട്ട് പറയാം. 10 പേരെ ഉള്ളെങ്കിലോ? ആ നിലയിൽ അങ്ങനെ വന്ന് 10 പേരെ ഉള്ളെങ്കിലോ? 10 പേരെ ഉള്ളെങ്കിൽ നശിപ്പിക്കത്തില്ല. അവസാനം തപ്പി വന്നപ്പം ഒരുത്തൻ മാത്രമുള്ളൂ, അവൻ പലഞ്ഞും കിടക്കുക. ആരാ? ലോത്തെ. ഞാൻ പറഞ്ഞു വന്നിട്ട് താല്പര്യം എന്താ അറിയാമോ? സ്വർഗത്തിലെ ദൂതന്മാർ ഈ ജഡശരീരം എടുത്ത് അബ്രഹാമിന്റെ ഭവനത്തിൽ വന്ന കാര്യം പറയുന്നത്. ദൈവവും മനുഷ്യവേഷത്തിൽ കടന്നു വന്ന കാര്യമാണ് പറയുന്നത്. ആത്മീയ ശരീരം അവർ ധരിച്ചിരിക്കുന്ന ആത്മീയ ശരീരമാണ്. എന്നാൽ അബ്രഹാമിനോട് തിന്നു കുടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്ത് അർത്ഥമില്ലേ? ഇനി 19-ാം അധ്യായം 1 മുതൽ 3 വരെ വായിച്ചേ. 19-ല് ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിലെത്തി. ലോത്ത് സോദോം പട്ടണ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് എതിരേറ്റ് ചെന്നു നിലം വരെ കുനിഞ്ഞു നമസ്കരിച്ചു. യജമാനന്മാരെ, അടിയന്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി പാർക്കാൻ കാലത്ത് എഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകുകയും ആകാം എന്ന് പറഞ്ഞതിനെ, അല്ല, ഞങ്ങൾ വീതിയിൽ തന്നെ പാർക്കുന്നു എന്ന് അവർ പറഞ്ഞു. അവൻ അവരെ ഏറ്റവും ലോകത്തെ നിങ്ങൾ ആ ഭാഗം സമയം പോകുന്നു. ലോകത്തിന്റെ വീട്ടിൽ അവരെയും കൈക്കൊണ്ടു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇവര് ദൂതന്മാരാന്ന് വിചാരിച്ചല്ല കൈക്കൊണ്ടത്. ഈ ദൂതന്മാരാണ്. അബ്രഹാമിന്റെ വനത്തിൽ കിടന്ന 2 ദൂതന്മാർ അങ്ങോട്ട് പോയി സോദോമിനെ നശിപ്പിക്കാൻ ദൈവം അബ്രഹാമിനോട് ദൂതം കൊടുത്തിട്ട് അതേ ദൈവം അവിടുന്ന് പോയി. ദൈവത്തിന് സ്തോത്രം. അവരെന്താ വന്നു? 3 പുരുഷന്മാരെന്നാണ് അവിടെ വായിക്കുന്നത്. ഈ 2 പുരുഷന്മാർ ലോകത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. അപ്പൊ നിങ്ങൾ അത് മനസ്സുകൊണ്ട് ചിന്തിച്ചേ. അവര് ജഡശരീരം എടുത്ത് കടന്നു വന്ന ദൂതന്മാരെ. അതുകൊണ്ടാണ് എബ്രായത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതിഥി സൽക്കാരം നിലനിൽക്കട്ടെ, സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരു പാവപ്പെട്ടം വന്ന് തട്ടിക്കളയരുത്. അത് ചിലപ്പോൾ ദൈവത്തിന്റെ ദൂതനാണോ അല്ലയോ എന്നെങ്ങനെയാ അറിയാൻ പറ്റുന്നത്? അതെ, ഒരു ദിവസം അതിന്റെ പ്രതിഫലവും നന്മ ഉണ്ടാകും. പാപങ്ങളെയൊക്കെ എനിക്ക് പല കഥകൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്, സമയമില്ല. എനിക്കൊരു 10 മിനിറ്റ് കൊണ്ട്
അല്പം കാര്യമുണ്ട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൽ ഒന്നുകൊണ്ട് നമുക്ക് ഈ പഠനം അവസാനിപ്പിക്കാം. പാതാള ലോകത്തിൽ പാപം ചെയ്ത ഒരു കൂട്ടം ദൂതന്മാർ അവരുടെ വാസസ്ഥലം, അവരുടെ ആത്മീയ ശരീരം അവർ മനഃപൂർവ്വം വിട്ട് പാപം ചെയ്ത് അന്ധകാരത്തിന്റെ ചങ്ങലയിട്ട് അധമപാതാളത്തല്ല, ഈ രണ്ടാം പാതാളത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു പാപം ചെയ്ത ദൂതന്മാരെ. ഒന്നാം പാതാളത്തിൽ പഴയ നിമിഷന്മാരുടെ ആത്മാക്കൾ, ഏറ്റവും അടിയിൽ ദുഷ്ടന്മാരുടെ ആത്മാക്കൾ, ഇടയ്ക്ക് പാപം ചെയ്ത ദൂതന്മാർ. ഇവിടുന്ന് ഒരാൾക്ക് അങ്ങോട്ടും വരാനൊക്കത്തില്ല, അവിടുന്ന് ഒരാൾക്ക് ഇങ്ങോട്ടും വരാനൊക്കത്തില്ല. അബ്രഹാം ധനവാനോട് പറഞ്ഞ മറുപടിയാണ് ഒരു പിളർപ്പ്. ഈ പിളർപ്പിൽ കിടക്കുന്ന അത് വേറൊരു സെല്ലാണ്, രണ്ടാം പാതാളമാണ്. അവിടെ പാപം ചെയ്ത ദൂതന്മാർ കിടക്കുന്നു. ഇനി നമ്മുടെ കർത്താവ് ചെയ്ത കാര്യമാണ്, നമ്മൾ അതിനെപ്പറ്റി മുന്നേ കയറി പറഞ്ഞാണ്. ആ ഭാഗം പറഞ്ഞ് ഭാഗം നമുക്ക് വിടാം. 68 ഇവരെ ന്യായം വിധിക്കുന്ന ആരാന്നറിയാമോ? ഈ പാപം ചെയ്ത ദൂതന്മാരെ നമ്മളാ. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടരാ. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിച്ചേ. നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്ര അധികം. നാം ദൂതന്മാരെ വിധിക്കുന്ന അറിയുന്നില്ലയോ? നാം ലോകത്തെ വിധിക്കുന്ന അറിയുന്നില്ലയോ? നമ്മൾ ആരാ ദൈവമക്കളെ? നമ്മളിപ്പോ ഇങ്ങനെ കോട്ടുവായിക്കോട്ടാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നതേ. അത് കോട്ടുവാക്ക് വിടുമ്പോ ഓർക്കണം നമ്മൾ ആരാന്ന് ചിന്തിക്കണം. ഏറ്റവും വലിയ കോട്ടുവാ ഞാൻ കുവൈറ്റിലാണ് കണ്ടത്. അത് ഒരൊറ്റ കോട്ടുവാ. ഞാൻ കൺവെൻഷൻ പ്രസംഗിച്ചോണ്ടിരുന്നപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ സാരമൊന്നുമില്ല. ആൾക്കാർ അദ്ദേഹത്തെ നോക്കി ചിരിച്ചു, കാരണം ഒരു അലങ്കോലായിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു പഠനത്തിലുണ്ട്, നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാം, ഞാൻ അതിനെ നിറയ്ക്കും. എന്തിനാ നമുക്ക് ഇത് തുറക്കുന്ന അറിയാൻ പാടില്ല. അതേ ദൈവമക്കൾ ക്ഷീണം കൊണ്ടാണ് ഇതൊക്കെ തുറക്കുന്നത്. ദൈവത്തിന് അതുകൊണ്ട് ഈ 1 മണിക്കൂർ അല്പസമയം ഇപ്പൊ ഒരു സീരിയൽ അങ്ങോട്ട് വെച്ച്, ഒരു സിനിമ അങ്ങോട്ട് വെച്ച്, ഒയ്യോ എല്ലാവരും ആഹ്ലാദത്തോടെ കാത്തുനിന്നൊക്കെ നിൽക്കുന്ന കാണാം. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഉറക്കമൊക്കെ വരുന്നത്, കോട്ടോ വരുന്നത്. ഒരല്പസമയം ശാന്തമായിട്ടിരുന്നേ. ഇനി 5 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇവിടെ ഇനിയും പാപം ചെയ്ത് 1-ാം പാതാളത്തിൽ പഴയ നിമിഷന്മാരുടെ ആത്മാക്കൾ, 2-ാം പാതാളത്തിൽ ദൂതന്മാരുടെ ആത്മാക്കൾ, 3-ാം പാതാളത്തിൽ ദുഷ്ടന്മാരുടെ ആത്മാക്കൾ. ഇതിന്റെ എല്ലാം താക്കോലാറയിലാണ് നമ്മുടെ കർത്താവിന്റെ അരിക്കല. 68-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യം വായിക്കാം. നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി യാഹെന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. നോക്കണമേ, 68-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യം എടുത്താണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. 68-ാം സങ്കീർത്തനം ഒരു മശീഹ സങ്കീർത്തനമാണ്. അതേ മനുഷ്യരോട് നീ എങ്ങനെ മോളെ ഒന്നും വായിച്ചേ. നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി യാഹെന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. നോക്കണമേ, നീ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് പോയി യാകുന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് കാഴ്ച വാങ്ങിയെന്ന. അത് ആ തർജ്ജമ തെറ്റാ. മനുഷ്യർക്ക് വേണ്ടി ദാനങ്ങളെ കൈക്കൊണ്ടുവന്ന, മനുഷ്യർക്ക് വേണ്ടി. മത്സരികളോട് എന്തിനാ കർത്താവ് ദാനം മേടിക്കുന്നത്? അതിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ ബൈബിളിലെ മലയാളം ബൈബിളിലെ അത് ട്രാൻസ്ലേറ്റ് ചില ഭാഗത്തൊക്കെ അത് അല്പം മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. കാരണം ഒരു വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അദ്ദേഹം ഒരു ഹൈന്ദവനായിരുന്നു. അത് ഞാൻ പറഞ്ഞു വന്നത് ആ മത്സരികളോട് കാഴ്ച വാങ്ങിയെന്നല്ല, മത്സരികൾക്ക് വേണ്ടി കാഴ്ച വാങ്ങിയിരിക്കുന്നു. മത്സരികൾക്ക് വേണ്ടി ദാനങ്ങളെ കൈക്കൊണ്ടു. ആ ദാനം എന്തായിരുന്നു? പരിശുദ്ധാത്മാവ് എന്ന ദാനമായിരുന്നു. അത് വാങ്ങിയിട്ട് പെന്തക്കോസ്ത് നാളിൽ അവർക്ക് അയച്ചു കൊടുത്തു. അതിനെക്കുറിച്ച് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് പോയെന്നുള്ളത് ആ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4-8 മുതൽ 10 വരെ. നമ്മൾ വായിച്ചു, ഒന്നുകൂടെ വായിച്ച്. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. 5 മിനിറ്റോട് നിർത്താൻ പോവുകയാണ്. നമ്മൾ പഠിച്ചതാണ്. പഴയ 68-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യം എടുത്താണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഉദ്ധരിച്ചത്. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി. അതെ, അവൻ കയറി എന്നതിനാൽ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെ നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചു, അവനെ യോസേപ്പിന്റെ കല്ലറിൽ അടക്കപ്പെട്ടു. നമ്മൾ പഠിച്ചാണ്. അതേ സമയത്ത് അവന്റെ ശരീരം അടക്കെങ്കിലും അവന്റെ ആത്മാവ് ഭൂമിയുടെ അടിയിലുള്ള പാതാള ലോകത്തിലേക്ക് ഇറങ്ങി ചെന്നു.
കാരണം മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ടെന്നാ പറഞ്ഞത്. എന്റെ കൈവശമുണ്ട്. അല്ലാതെ പത്രോസിന്റെ കൊടുത്ത് താക്കോലും കൊടുത്തിട്ട് താക്കോലില്ലാതെ യേശു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയല്ല. താക്കോൽ മൊത്തം, അധികാരം മൊത്തം കർത്താവിന്റെ കരങ്ങളിലാണ്. പത്രോസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്റെ കയ്യിൽ താക്കോൽ ഇരിക്കുന്ന ഒറ്റ വശം പോലും പറഞ്ഞിട്ടില്ല. അതേ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരുന്നു പറഞ്ഞാൽ അധികാരത്തിന്റെ ശുശ്രൂഷ ഞാൻ നിങ്ങൾക്ക് തരുന്ന അതിന്റെ അർത്ഥം. അല്ല താക്കോലെല്ലാം കൂടെ തന്നിട്ട് കർത്താവിന് ഇപ്പൊ താക്കോലില്ലായിരിക്കാണോ? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അവൻ തന്റെ ആത്മാവ് 1 പത്രോസ് 3-ാം അധ്യായം 19-ാമത്തെ വാക്യം പറഞ്ഞു വിടുകയാണ്. 5 മിനിറ്റ് ഉള്ളൂ. 1 പത്രോസ് 3:19 വായിക്കുമ്പോൾ ആത്മാവിൽ അവൻ ചെന്ന്, പണ്ട് നോഗയുടെ കാലത്ത് ജലപ്രളയ സമയത്ത് അവിടെ തടവിലാക്കി സൂക്ഷിച്ചിരിക്കുന്ന ആത്മാക്കളോട് പ്രസംഗിച്ചെന്നാ വായിക്കുന്നത്. അവിടെ ചെന്ന് താൻ വിളംബരം ചെയ്യായിരുന്നു, പ്രൊക്ലെയിം. കർത്താവ് ഭക്തന്മാരായി കിടക്കുന്ന ഈ അബ്രഹാമിന്റെ മടിയായിരിക്കുന്ന പർദീസയിലേക്ക് ഇറങ്ങി ചെന്ന് താക്കോലോട് തുറന്നപ്പോൾ പഴയ നിയമ വിശുദ്ധന്മാർ ഹാബേൽ മുതലുള്ള സകല വിശുദ്ധന്മാരോടുണ്ട്. അവരെല്ലാം കേട്ട് സന്തോഷിച്ചു. കർത്താവ് പറഞ്ഞു, ഒരു വിളംബരം, നിങ്ങൾ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരാണ്, നിങ്ങൾ എന്നെ നോക്കിയാണ് യാഗം കഴിച്ചത്. ആ യാഗം ഞാൻ എന്നേക്കുമായി കാൽവറി പൂർത്തീകരിച്ചിരിക്കുന്നു. യാഗം കഴിച്ച് 50-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ. ദൈവത്തിന് സ്തോത്രം. ഇവരെല്ലാം കാൽവറിലെ യാഗം കണ്ട് യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്തവരാണ്. അവരെ ചെന്ന് കണ്ടു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായി ആ കാൽവറിയിലെ ആ യാഗം പൂർത്തീകരിച്ചെന്ന് പറഞ്ഞപ്പം ഹാബേൽ മുതലുള്ള സകല വിശുദ്ധന്മാരും ആഹ്ലാദഭരിതരായി തുള്ളിച്ചാടി. ഇനി ഞാൻ നിങ്ങളെ വിടുന്ന, ഇവർ ബദ്ധന്മാരാണ്. ഇവിടെ ഭൂമിക്ക് അടിയിൽ കിടക്കുന്ന ഈ പർദീസയിൽ കിടക്കുന്ന ഇവരെ ബദ്ധന്മാരാണ്, തടവുകാരാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗീയമായ പർദീസയിലേക്കുള്ള ആദാമിന്റെ പാപനിമിത്തം ആ പ്രവേശനം നഷ്ടപ്പെട്ടു പോയി. സാക്ഷാത്തായ പർദീസ സ്വർഗത്തിലാണ്. നമ്മൾ വായിക്കുന്നില്ലേ 3-ാം സ്വർഗം. അതേ 2 കൊരിന്ത്യർ 12:1 മുതലുള്ള വാക്യങ്ങൾ, ക്രിസ്തുവിന്റെ മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ആ മനുഷ്യൻ പർദീസയിൽ എടുക്കപ്പെട്ടു. സ്വർഗത്തിലാണ് പർദീസ. ഈ വിശുദ്ധന്മാരോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ സ്വർഗീയ പർദീസയിലേക്ക് കൊണ്ടുപോവുകയാണ്. കാരണം ആദാം പാപം ചെയ്തതോടുകൂടി ഏദൻ പർദീസയിലേക്കുള്ള പ്രവേശനം നഷ്ടപ്പെട്ടു പോയി. അവരെ ഇറക്കി വിട്ട് അവിടെ കവാടത്തിങ്കൽ കെരൂബുകളെ വാളുകൊണ്ടാക്കി. ആ വാളിന്റെ വെട്ട് കർത്താവായ യേശു കാൽവറിയിലേറ്റു. അതേ ആ വാള് നാസ്തിയായി പോയി, ഇല്ലാതെ പോയി. സ്വർഗീയ പർദീസയിലേക്കുള്ള കവാടം തുറക്കപ്പെട്ടു. കർത്താവ് ഇവരെയും കൂട്ടിക്കൊണ്ട് വരുന്ന വഴിക്കാണ് തന്റെ ആത്മാവ് കല്ലറയിൽ കയറി. എന്നിട്ട് പൂട്ടി. ആ മേലത്തെ പ്രദേശത്ത് പോയി കാലിയായിട്ട് അടക്കുക. അതേ അത് പൂട്ടി. കാരണം മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. യോഹന്നാനെ, ഞാൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചിരിക്കുന്നു. യേശു കല്ലറയിൽ എഴുന്നേറ്റ് താൻ തന്റെ ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റു. അപ്പോഴാണ് നമ്മൾ വായിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 11 മുതൽ 18, 20-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ മറിയ യേശുവിനെ കണ്ടു. യേശുവിനെ തൊടാൻ തക്കൊണ്ട് ചെന്നപ്പോൾ പറഞ്ഞു, മറിയേ, എന്നെ തുടരുത്, ഞാനിതുവരെ പിതാവിന്റെ അരിക്കൽ പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ ഈ മറിയ കർത്താവിനെ കാൽ പിടിച്ച് നമസ്കരിച്ചിട്ടുണ്ട്. അന്ന് തന്നെ പല സഹോദരന്മാരും യേശുവിനെ തൊട്ടിട്ടുണ്ട്. തോമാച്ചനോട് പറഞ്ഞു, എന്റെ മുറിവേറ്റ കരം കാണുക, ആണിപ്പിഴേറ്റ കരം കാണുക, വിരലിടാൻ പറഞ്ഞു. എന്റെ വിലാപ്പുറം കാണുക, നിന്റെ കൈയുടെ. അന്ന് തന്നെ തൊട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നീ എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിനെ ഇരിക്കപ്പെട്ടില്ല. കർത്താവ് രഹസ്യമായി ഈ ആത്മാക്കളെയും കൊണ്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയി പിതാവിന്റെ മുമ്പിൽ കൊണ്ട് കാഴ്ച വെച്ചു. ദൈവത്തിന് സ്തോത്രം കേട്ടോ. പിതാവിന്റെ മുമ്പിൽ കൊണ്ട് കാഴ്ച വെച്ചു എന്ന് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നു. യെശയ്യാപ്രവചനം വാക്യം എഴുതിയെടുത്തു. 8-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇതാ നീ എനിക്ക് തന്ന മക്കൾ എന്ന് പറഞ്ഞ് ഈ ആത്മാക്കളെ പിതാവിന്റെ മുമ്പിൽ കാഴ്ച വെച്ചു. 8:21 തീർന്നു. 2 മിനിറ്റോടെ ഉള്ളൂ. 8:21 അതേ കാഴ്ച വെച്ചു. അന്ന് തന്നെ ഇവർ നമസ്കരിച്ചപ്പോൾ രഹസ്യമായി കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. പരസ്യമായ സ്വർഗാരോഹണം ഒലിവുമലയുടെ മുകളിൽ നിന്നാണ് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നു. ആ 1-ാം അധ്യായത്തിൽ പരസ്യമായി താൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. യേശു ക്രിസ്തുവിന്റെ മരിച്ച ശേഷം സ്വർഗത്തിലേക്ക് 2 ആരോഹണം ഉള്ളതുപോലെ കർത്താവിന്റെ വരവിനും 2, അതേ 1-ാം വരവും 2-ാം വരവും ഉണ്ട്. ഇപ്പോൾ രഹസ്യമായി വരുന്നത് നമ്മൾ കാത്തിരിക്കുന്നു. പരസ്യമായി വെളിപ്പാട് ദിവസം 19-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളാണ് യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള പരസ്യ പ്രത്യക്ഷത നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. ദൈവത്തിന്റെ പൈതലെ,
നമ്മുടെ വിഷയം അവസാനിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഏത് വിഷയം? പാതാള ലോകത്തെക്കുറിച്ച്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അടുത്ത വാക്യമാണ് നമ്മൾ അടുത്ത ആഴ്ച ചിന്തിച്ച് അവസാനിപ്പിക്കാൻ പോകുന്നത്. ഈ വചനങ്ങളാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും സംശയം എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമയം പോലെ അതേ ടെക്സ്റ്റ് അയക്കുകയോ വോയിസ് മെസ്സേജ് ഇടുകയോ, അതെ ഞാൻ നിങ്ങൾക്കെല്ലാം അതിന്റെ ഉത്തരം തരുന്നതിനാണ് ഞാൻ സന്നദ്ധനാണ്. ഇപ്പൊ 75 വയസ്സ് ജനുവരി 5-ാം തീയതി ആകുകയാണ്. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ ആദ്യം ഭാരപ്പെടണ്ട. ഞാൻ നിങ്ങളുടെ പോലെ നിങ്ങളുടെ ഒരു സഹോദരനാണ്. ദൈവവചനങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റട്ടെ. ഇത് ഈ അഗാപ്പ കോളേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഇതിന് ചുക്കാൻ പിടിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ ദൈവം വീണ്ടും കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ. അനേക ആത്മാക്കളെ നേടുവാൻ ഈ വചനങ്ങൾ മൂലം നിങ്ങൾക്കിടയാകട്ടെ. ദൈവം അതേ വീണ്ടും നമുക്ക് കർത്താവിന്റെ ഒരു താമസം അടുത്ത വ്യാഴാഴ്ച നമുക്ക് കാണാം. പാസ്റ്റർ ലാലു ജേക്കബ്. ദൈവനാമത്തിന് മഹത്വം. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും സഹായിച്ചുവല്ലോ. പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ബ്രദർ സണ്ണി തോമസ് പ്രാർത്ഥിച്ചാൽ, അവസാനമായി പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം. മനോഹരമായ സഹായം നൽകി ദൈവശബ്ദവും ദൈവവചനവും കേൾക്കുവാൻ പ്രിയ സാറിൽ നിന്ന് ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. കർത്താവെ, എന്നോടൊപ്പം ആയിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. സർവമാനവും മഹത്വം അങ്ങയുടെ ഏകജാതൻ ഞങ്ങളുടെ പ്രിയനുമായ ക്രിസ്തു പിതാവെ കേൾക്കണമേ. ആമേൻ, 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 ആമേൻ. പാസ്റ്റർ ഞാൻ ആശീർവാദം പറഞ്ഞാട്ട് സി വി ആൻഡ്രൂസ് പാസ്റ്ററെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹിത്വവും സഹവാസവും എളിവരാകും നമ്മോട് തന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നന്ദി. നാളെ വൈകിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.